2024 ബാഫ്ത പുരസ്കാര ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടി. 2024 ബാഫ്ത പുരസ്കാര ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടി ദീപിക പദുക്കോൺ. അടുത്തിടെ യുവതീ-യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം. അടുത്തിടെ യുവതീ-യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമാർ. വെട്ടുകിളി ശല്യത്തിൽ കാർഷിക മേഖല തളർച്ച നേരിടുന്ന ഏത് അയൽ രാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ 40,000 ലിറ്റർ മലാത്തിയോൺ കീടനാശിനി കയറ്റി അയച്ചത്? വെട്ടുകിളി ശല്യത്തിൽ കാർഷിക മേഖലയിൽ തളർച്ച നേരിടുന്ന ഏത് അയൽ രാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ 40,000 ലിറ്റർ മലാത്തിയോൺ കീടനാശിനി കയറ്റി അയച്ചത്? അഫ്ഗാനിസ്ഥാൻ. രാജ്യത്തെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2024 ജനുവരി 26 നടന്നത്? രാജ്യത്തെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2024 ജനുവരി 26 നടന്നത്? എത്രാമത്തെയാണ്? 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2024 ജനുവരി 26 നടന്നത്. ആരായിരുന്നു മുഖ്യാതിഥി? ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യാതിഥി. ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യാതിഥി. ഇനി തീം എന്തായിരുന്നു? 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ തീമുകൾ എന്തെല്ലാമായിരുന്നു? വികസിത് ഭാരത്, വികസിത് ഭാരത്, ഭാരത് ലോകതന്ത്ര की മാതൃക, ലോകതന്ത്ര की മാതൃക. വികസിത് ഭാരത്, ഭാരത് ലോകതന്ത്ര की മാതൃക, ഭാരത് ലോകതന്ത്ര की മാതൃക. അപ്പോൾ ഈ രണ്ടുമായിരുന്നു തീം. 2024 ലോക ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 143 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 2024 ലോക ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 143 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 126. ഇന്ത്യയുടെ റാങ്കാണ് 126. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര്? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര്? ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? വീരമണി ദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകനാണ് വീരമണി ദാസൻ. ഇനി 2023 ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ് ഹരിവരാസനത്തിന് അർഹനായത്. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആർക്കാണ്? ആലപ്പുഴ രംഗനാഥ്. പിന്നെ 2021 ആരാണ്? വീരമണി രാജു. വീരമണി രാജു. 2021 വീരമണി രാജു. 2022 ആലപ്പുഴ രംഗനാഥ്. 2023 ശ്രീകുമാരൻ തമ്പി. 2024 വീരമണി ദാസൻ. ഹരിവരാസനം പുരസ്കാരം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല? 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല ഏതാണ്? 2ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല ഏതാണ്?
കൊല്ലമാണ്. കൊല്ലത്തായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. ആരായിരുന്നു വിന്നർ? വിന്നർ കണ്ണൂരായിരുന്നു. കണ്ണൂരാണ് സ്കൂൾ കലോത്സവത്തിലെ വിജയി. ഫസ്റ്റ് പ്രൈസ് നേടിയത് കണ്ണൂരായിരുന്നു. എത്ര പോയിൻറ്റ്സ് ആയിരുന്നു? 952 പോയിൻറ്റുകളായിരുന്നു കണ്ണൂർ നേടിയത്. സെക്കൻഡ് ആരായിരുന്നു? കോഴിക്കോടായിരുന്നു രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത്. എത്രയായിരുന്നു പോയിൻറ്റ്സ്? 949 പോയിൻറ്റോടുകൂടെ കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. ഒന്നാം സ്ഥാനം കിട്ടിയത് ആർക്കായിരുന്നു? കണ്ണൂരിനായിരുന്നു. 952 പോയിൻറ്റ്. രണ്ടാം സ്ഥാനം കോഴിക്കോട്. മൂന്നാം സ്ഥാനം ആർക്കായിരുന്നു? പാലക്കാടിനായിരുന്നു. മൂന്നാം സ്ഥാനം പാലക്കാട്. 938 പോയിൻറ്റുകളാണ് നേടിയത്. മൂന്നാം സ്ഥാനം പാലക്കാട് 938 പോയിൻറ്റുകൾ നേടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഏതായിരുന്നു? ആതിഥേയത്വം വഹിച്ച ജില്ല ഏതായിരുന്നു? കൊല്ലമായിരുന്നു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല കൊല്ലമായിരുന്നു. വിന്നറായത് കണ്ണൂരായിരുന്നു. 952 പോയിൻറ്റോടുകൂടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കണ്ണൂരായിരുന്നു. രണ്ടാം സ്ഥാനം കോഴിക്കോട്, മൂന്നാം സ്ഥാനം പാലക്കാടിനും ലഭിച്ചു. 2024 കേരള മന്ത്രിസഭയിലെത്തിയ പുതിയ മന്ത്രി ആരാണ്? 2024 കേരള മന്ത്രിസഭയിലെത്തിയ പുതിയ മന്ത്രി ആരാണ്? OR കേളുവാണ് പുതിയ മന്ത്രി. ഇദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതാണ്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ്. ഏതാണ്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പാണ് ഇദ്ദേഹത്തിൻ്റെ വകുപ്പ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹമാണ് 2024 കേരള മന്ത്രിസഭയിൽ പുതിയതായി എത്തിയ മന്ത്രി. ഇദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഇദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി വയനാട് നിന്നുള്ള MLA ആണ്. മാനന്തവാടിയിൽ നിന്നുള്ള MLA ആണ് OR കേളു. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി അൽഗോരിതങ്ങളുടെ നാടിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായത്. 18ാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് എന്നാണ്? 18ാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26-നാണ് 18ാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത്. കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 100ാം ചരമവാർഷികമാണ് മഹാസമാധി വർഷം 2024 എന്ന പേരിൽ ആചരിച്ചത്? കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 100ാം ചരമവാർഷികമാണ് മഹാസമാധി വർഷം 2024 എന്ന പേരിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികളുടെ 100ാം ചരമവാർഷികമാണ് മഹാസമാധി വർഷം 2024 എന്ന പേരിൽ ആചരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെ? കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത്. കോഴിക്കോട്. കുടുംബശ്രീയുടെ വാർഷിക സർഗോത്സവമായ അരങ്ങ് 2024 ജേതാക്കളായ ജില്ല. കുടുംബശ്രീയുടെ വാർഷിക സർഗോത്സവമായ അരങ്ങ് 2024 ജേതാക്കളായ ജില്ല കാസർഗോഡ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി AS രാജീവ്. അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 ജേതാക്കൾ.
അണ്ടർ 19 ആണ് പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ് അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 ജേതാക്കൾ. ഇനി ആരാണ് റണ്ണറപ്പ്? ഇന്ത്യയാണ് റണ്ണറപ്പ് ആരാണ്? ഇന്ത്യയാണ് റണ്ണറപ്പ്. ജേതാക്കൾ ഓസ്ട്രേലിയ, ഇന്ത്യ റണ്ണറപ്പ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത്? 2024 ഫ്രഞ്ച് ഓപ്പണിനെ പുരുഷ കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസിനാണ് പുരുഷ കിരീടം നേടിയത്. 2024 ഫ്രഞ്ച് ഓപ്പണിന് പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിനാണ് സ്വദേശം. സ്പെയിനാണ് കാർലോസ് അൽക്കാരസിൻ്റെ സ്വദേശം. ഫ്രഞ്ച് ഓപ്പണും 2024 ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും ലഭിച്ചത് കാർലോസ് അൽക്കാരസിനാണ്. 2 കിരീടങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ കിരീടവും വിംബിൾഡൺ കിരീടവും ലഭിച്ചിരിക്കുന്നത് കാർലോസ് അൽക്കാരസിനാണ്. സ്പെയിൻ സ്വദേശിയാണ് കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടിയത്? 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടിയത് ആരാണ്? ഇഗ സ്വിയാടെക് പോളണ്ട് സ്വദേശിയാണ്. പോളണ്ട് സ്വദേശിയായ ഇഗ സ്വിയാടെക്കിനാണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടിയത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ്. ഇതിൻ്റെ ചുമതല വഹിക്കുന്നത് KSFDC ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇതിൻ്റെ ഉടമസ്ഥത വഹിക്കുന്നത്. കേരള സർവകലാശാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചുവന്ന മനുഷ്യൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? കേരള സർവകലാശാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചുവന്ന മനുഷ്യൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? കോട്ടയം പുഷ്പനാഥാണ് ചുവന്ന മനുഷ്യൻ എന്ന നോവൽ എഴുതിയത്. അഷ്ടാംഗ സംഗ്രഹം രചിച്ചതാരെ? വാഗ്ഭടൻ. മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? പുകയില വിരുദ്ധ ദിനം. 2023 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ? റഫീഖ് അഹമ്മദ്. സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയായ കേരളത്തിലെ നഗരം? തൃശ്ശൂർ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്? ഇ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. നാരകങ്ങളുടെ ഉപമ, ഇ സന്തോഷ് കുമാർ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി വനിതയാണ് മിന്നുമണി. 2023-2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസിനാണ്. 7ാം തവണയാണ് സർവീസസിന് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ലഭിച്ചത്. അരുണാചൽ പ്രദേശിൽ വെച്ചായിരുന്നു ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശായിരുന്നു. 2023-24 നടന്നത് 77ാം സന്തോഷ് ട്രോഫി
ഫുട്ബോളായിരുന്നു. ഫുട്ബോൾ ടൂർണമെൻ്റായിരുന്നു. 77ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റാണ് 2023-24 വെച്ച് നടന്നത്. ഫൈനലിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആയിരുന്നു. സർവീസസാണ് ഫുട്ബോൾ കിരീടം നേടിയത്. സർവീസസിന് 7ാം തവണയാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ലഭിക്കുന്നത്. 2024 ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് 2024 ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. ഖേൽരത്ന നേടിയ ആദ്യ മലയാളി പുരുഷ താരം PR ശ്രീജേഷ് ആണ് ഖേൽരത്ന നേടിയ ആദ്യ മലയാളി പുരുഷ താരം PR ശ്രീജേഷ്. ഗുസ്തി താരം KD ജാദവിൻ്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഗുസ്തി താരം KD ജാദവിൻ്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര.